മലയിടം തുരുത്ത് ഉന്നതി നിവാസികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മന്ത്രി റോജി എം ജോൺ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് തർക്കത്തിൽ കിടക്കുന്ന ഈ വസ്തുവിൽ തന്നെ സൗകര്യപ്രദമായി ഇവർക്ക് 5 സെന്റ് വീതം സ്ഥലം കിട്ടാവുന്ന തരത്തിൽ, അതവിടെ വീട് പണിയാവുന്ന തരത്തിൽ സ്ഥലം കൊടുക്കണം എന്നുള്ള ആവശ്യം ഈ രണ്ട് കൂട്ടരുടെയും ആവശ്യങ്ങളുണ്ടല്ലോ. രണ്ട് വഴിക്ക് 2 ദിശയിൽ നിൽക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രശ്ന പരിഹാരം എന്ന നിലയിൽ ഈ വസ്തുവിൽ തന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇവർക്ക് 5 സെന്റ് വീതം സ്ഥലം ലഭ്യമാക്കണം എന്ന ഒരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ ഒരു ആവശ്യം ഗവൺമെൻറ് ഈ ശങ്കരൻ നായരുടെ കുടുംബത്തിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അവരത് ചർച്ച ചെയ്ത് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഈ കുടുംബങ്ങളും അവിടെയുള്ള കുടുംബങ്ങളുടെ മുമ്പിലും നമ്മൾ ആ ആവശ്യം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സൈഡിലേക്കായിട്ട് മാറി ഇത് രമ്യമായി തീർക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന ആവശ്യം വെച്ചിരിക്കുകയാണ്. ഇത് 2 കൂട്ടരും അംഗീകരിച്ചിട്ടില്ല. അവരത് ചർച്ച ചെയ്ത് അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് ചർച്ചയിലൂടെ തന്നെ ഈ വിഷയം രമ്യമായി പരിഹരിക്കാനായിട്ടുള്ള എല്ലാ ശ്രമവും ഉണ്ടാവും. ഇത് വളരെ ആർക്കും പ്രയാസങ്ങൾ കൂടാതെ ഭംഗിയായി പരിഹരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാനിതിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ചർച്ചയുടെ ഭാഗമായി കുറേയധികം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മൾ അളക്കുന്നതിനെ സംബന്ധിച്ചോ അത്തരം കാര്യങ്ങളൊക്കെ നിയമപരമായിട്ടുള്ള നടപടി അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടെങ്കിൽ ആ നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. നമ്മളിപ്പോൾ ഈ വിഷയം തീർക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് വന്നിരിക്കുന്നത്. ആ നിർദ്ദേശങ്ങൾ മന്ത്രി റോജി എം ജോൺ ആണ് മാധ്യമങ്ങളെ കാണുന്നത്. മലയിടം തുരുത്ത് നിവാസികളുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് മന്ത്രി മാധ്യമങ്ങളെ കാണുന്നത്. ഇരു കൂട്ടരുമായി സംസാരിച്ച് നമ്മൾ ഇതിനകത്തൊരു തീരുമാനത്തിലെത്തിയാൽ നമുക്ക് കോടതിക്ക് പുറത്ത് നമുക്ക് ഈ വിഷയം പരിഹരിച്ച് നമുക്കത് കോടതിയെ അറിയിക്കാൻ സാധിക്കും. അപ്പോൾ അത് ബഹുമാനപ്പെട്ട കോടതി അങ്ങനെ ഒരു പുറത്തൊരു സെറ്റിൽമെന്റ് ഉണ്ടായാൽ അത് കോടതി അംഗീകരിക്കും. അത് നമുക്ക് കോടതിയെ അറിയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ.